ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചൊരു ദിവസമാണ് കേട്ടോ. നമ്മുടെ ശാലുമോളെ വീട്ടിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ആൻറ്റീൻ്റെ വീടാണ്. അപ്പോൾ വലിയ ആൻറ്റിയാണിത്, വലിയ ആൻറ്റീൻ്റെ വീടാണിത്. അപ്പോൾ ആൻറ്റീൻ്റെ മോളാണ് കേട്ടോ അത് ശാലു. അപ്പം ആൻറ്റി പുറത്താണ്, ശാലും ജോലിയുടെ സംബന്ധമായിട്ട് ബാംഗ്ലൂരാണ് കേട്ടോ ഉള്ളത്. ആ സമയത്ത് ഇതേ അച്ഛമ്മേൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് വീട്ടിൽ 2 ദിവസം നിൽക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ചിക്കൻ കറി നമ്മളെ അച്ഛമ്മേനെ സഹായിക്കുന്ന ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഞങ്ങൾക്ക് നെയ്ച്ചോറാട്ടം ഉണ്ടാക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ ഞങ്ങൾ നെയ്ച്ചോറിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് മീൻ പൊരിക്കാനുള്ള സ്പെഷ്യൽ കൂട്ടുമായിട്ട് അമ്മു നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇതേ ബിസ്ക്കറ്റ്, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഡാർക്ക് ഫാൻറ്റസി കഴിക്കുന്നുണ്ട്. അത് ഇതേ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാൽ ഇതേ നമ്മുടെ അവളുടെ ഒരു സ്പെഷ്യൽ മീൻ വറുത്തതുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ അമ്മിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അരച്ചുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആളൊരു തൃശ്ശൂർക്കാരിയായിരുന്നു, അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തൃശ്ശൂർ ഭാഷയും പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ ഞങ്ങൾ ഫുൾ എൻ്റർടൈൻമെൻറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയായിട്ട് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുകയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വിഷമം എന്ന് പറയുന്ന മക്കൾസിന് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു പനിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ അടുത്തേക്കും പോകുന്നുണ്ട്, അതിനിടയിൽ കൂടെ ഇങ്ങോട്ടും വരുന്നുണ്ട്. അങ്ങനെ ദേ നെയ്ച്ചോറിൻ്റെ പരിപാടിയാണ് കേട്ടോ ഈ നോക്കുന്നത്. അപ്പോൾ ദേ കുഞ്ഞോള് നെയ്ച്ചോറിൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. അവൾ ദേ വീണ്ടും പച്ചമുളക് എന്തോ എടുത്ത് വെച്ച് അതിന് വേറെ സ്പെഷ്യലായിട്ട് മീനിന് റെഡിയാക്കുന്നുണ്ട്. മത്തിയാണ് കേട്ടോ അത്. അപ്പോൾ ദേ അവളുടെ സ്പെഷ്യൽ കൂട്ടൊക്കെ ആയിട്ട് ദേ മത്തി അടിപൊളിയായിട്ട് വറുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ദേ ഞാൻ നമ്മുടെ പഴമില്ലേ, പഴം അത് വഴറ്റി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ ഒരു വിശപ്പ് വന്നപ്പം ഞാൻ ഈ പഴം നെയ്യിൽ വഴറ്റി അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ നെയ്ച്ചോറ് അടിപൊളിയായിട്ട് ദേ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിത് പിന്നെ നെയ്ച്ചോറ് കുഞ്ഞോളെ വകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഇതേ ഉണ്ടാക്കി അമ്മു ഇതേ അലങ്കരിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നീലൂച്ചും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി. ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ അവൾക്കും ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. നമുക്ക് പൊതുവേ അന്ന് മക്കൾസിന് വയ്യാതായത് മാത്രമായിരുന്നു നമുക്ക് അന്നത്തെ എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു വിഷമം. പിന്നെ അതേ നെയ്ച്ചോറും ചിക്കൻ കറിയും മീൻ വറുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ആ ദിവസം. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക്